പപ്പ വരണ്ടേ? നീയാണോ വിളമ്പി തരുന്നത്? അമ്മയ്ക്ക് വരാൻ മതി മതി മതി. ബാക്കി പപ്പ വരട്ടെ. പപ്പ ഇവിടെ വരട്ടെ. പപ്പ ഇവിടെ വന്നിട്ട് കഴിച്ചാൽ പോരെ? മതി 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 മതി. ആ മോള് കഴിക്ക്. പപ്പ ഇപ്പോൾ വരുമായിരിക്കും. മതിയാടാ. ആ ആ ബാക്കി ഞാൻ വിളമ്പി കഴിച്ചു. ആ ഞാൻ ഇരിക്കാം. ഭീഷണിയാണോ? ആ ആ ആ ചേർല. ആ ചേർലിരുന്നു. ആ ഇനി പപ്പ വരണ്ടേ? പപ്പ വന്നിട്ട് കഴിച്ചാൽ പോരെ? ആ അത് വേസ്റ്റ് ഇടാൻ വേണ്ടിയാ. അങ്ങോട്ട് വെക്ക്. മതി മതി മതി. ആ പ്ലേറ്റ് മാറ്റി. ആ ആ കറികൾ വേണോ? അത് എടുക്കാം. പപ്പ ഇവിടെ വന്നിട്ട് കഴിക്കാന്നേ. പപ്പ ഇവിടെ വന്നിട്ട് കഴിക്കാം. പപ്പ ഇവിടെ വന്നിട്ട് കഴിക്കാം. പപ്പ ഇവിടെ വന്നിട്ട് കഴിച്ചാൽ പോരെ? ആ നിങ്ങൾക്ക് വിശക്കുന്നോ? അല്ല പിന്നെ ഞങ്ങൾക്ക് വിശക്കുന്നു. ഇനി എപ്പോഴാണ് വരിക അല്ലേ? വരുമ്പോൾ വരട്ടെ, നമുക്ക് കഴിക്കാം അല്ലേ? എന്ന മട്ടിലാണ് അൻസുകുട്ടിയുടെ കഴിപ്പ്. ഇച്ചായം വരുന്നവരെ കാത്തു നിൽക്കാൻ അൻസുമോൾക്ക് ക്ഷമയില്ല ഗൈസ്. അപ്പം അൻസുമോള് എനിക്ക് വിളമ്പി തന്നു, അവളും കഴിക്കുവാണ്. ഞാൻ 2:30 ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. വരാനുള്ള സമയമായി. എല്ലാം ഞാൻ മേശപ്പുറത്തൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും അവൾക്ക് ഭക്ഷണം വേണം. അപ്പം അവൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ അവൾ എനിക്ക് വിളമ്പി തന്നതല്ലേ, അപ്പം ഞാനും ഒരല്പം കഴിക്കുകയാണ്. ഇച്ചാൻ വന്നിട്ട് ഇച്ചാൻ്റെ കൂടെയും കഴിക്കാം അല്ലേ? നിങ്ങളെല്ലാം ക്രിസ്മസ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞോ ഗൈസ്? സത്യം പറഞ്ഞാൽ ഇച്ചായ വീട്ടിൽ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇപ്പോൾ ഒന്നും ആവത്തില്ല അല്ലേ അൻസു? ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കി